നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉദ്യാനത്തിലാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും അതുപോലെ ഇപ്രാവശ്യവും അല്ലേ പരിസ്ഥിതി ദിനത്തില് ചന്ദന തൈകൾ നട്ടിട്ടുണ്ട്. അവയൊക്കെ 100 എണ്ണമായിരുന്നു കഴിഞ്ഞ തവണ നട്ടത്. ഇത്തവണ 100 എണ്ണം നട്ടു. ആ 100ഉം അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു അതിനൊരു സംരക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? അതെ. അപ്പോൾ ഈ ചന്ദനം നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ക്ഷേത്ര ഭരണസമിതി ട്രസ്റ്റി ബോർഡിന്റെ ഒരു പിന്തുണ കൂടിയാണ് നമ്മളിത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ പരിപാലനം വിശിഷ്ട നമ്മളെ ക്ഷേത്രം ക്ലർക്ക് KV രാജന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ജീവനക്കാരൊക്കെ ചേർന്നാണ് ഇതിനെ വെള്ളമൊഴിച്ച് ഇതുപോലെ ഷീറ്റൊക്കെ വിരിച്ച് പരിപാലിക്കുന്നത്. അപ്പം ഭരണസമിതിയുടെയും എക്സിക്യൂട്ടീവ്സ് ജീവനക്കാർ എല്ലാവരും ചേർന്നൊരു പ്രവർത്തനമാണ്. ഇപ്പം ഈ തൈകൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ വെച്ച തൈകൾ നശിക്കാതെ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വർഷവും പരിസ്ഥിതി ദിനത്തിൽ 100 തൈകൾ കൂടി വെച്ചത്. അതെ, കഴിഞ്ഞ തവണയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് KP സുനിൽകുമാർ വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ 2 പരിസ്ഥിതി ദിനത്തിലായിട്ട് ഇങ്ങനെ ഒരു ചന്ദന മരങ്ങളൊക്കെ നട്ടു തുടങ്ങിയത്. അപ്പോൾ ഇതിന് പിറകിൽ ആരൊക്കെയാണ് സുനിലേട്ടന് എന്താ പറയണ്ടേ സഹായ ഹസ്തങ്ങളായി നിന്നത്? മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്ര ഭരണസമിതിയാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു ആശയത്തിന് പിന്തുണ. ക്ഷേത്ര ഭരണസമിതി പിന്തുണ കൂടി നടപ്പിലാക്കുന്നത് നമുക്ക് പറഞ്ഞത് ഇപ്പം ക്ഷേത്രത്തിലെ പിന്നെ ക്ലർക്ക് KV രാജൻ ലായേട്ടന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്ര ജീവനക്കാരുടെ ഒരു പരിപാലനം ഇത് വന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ പരിസ്ഥിതി ദിനത്തിലൊക്കെ നട്ട സസ്യങ്ങളൊക്കെ പിറ്റേത്തെ വർഷം ഉണ്ടെങ്കിൽ കാടാവുമായിരുന്നല്ലോ കേരളം എന്നൊക്കെ. പക്ഷെ ഇവിടെ ആദ്യം നട്ട 100 തൈകളും അതുപോലെ പരിപാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചന്ദന തൈകൾ തന്നെ ഇങ്ങനെ 200 ചന്ദന തൈകൾ നടാമെന്ന് ഇങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതായത് പയ്യന്നൂർ സുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രത്തിന് ചന്ദനവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം കേരളത്തിലെ മറ്റു ക്ഷേത്രത്തിൽ വ്യത്യസ്തമായിട്ട് ചന്ദനം നിത്യവും ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ചന്ദനം അരച്ച് പ്രസാദമായി നൽകുന്ന അപൂർവ ക്ഷേത്രങ്ങൾ ഒന്നാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പറയാനുള്ള കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് ഈ കുങ്കുമം, കളഭം അല്ലെങ്കിൽ ചന്ദന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറ്. പക്ഷെ ഇവിടെ ശുദ്ധമായ ചന്ദനം അരച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കും. അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ കളഭച്ചാത്തുത്സവം ഒരു പ്രധാനപ്പെട്ട ആരാധന മഹോത്സവം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഉത്സവമാണ് കളഭച്ചാത്തുത്സവം. ഭഗവാന്റെ ആദ്യ പ്രതിഷ്ഠാ ദിനമായ ദിവസമാണ് കളഭച്ചാത്തുത്സവമായി ആഘോഷിക്കുന്നത്. ആ ദിവസം ഭഗവാനെ അരച്ച് ചാർത്തുന്ന അതിൽ ചന്ദനം ഒരു വിശേഷ ഘടകമാണ്. ചന്ദനം, പിന്നെ പച്ചക്കർപ്പൂരം, കുങ്കുമപ്പൂവ് ഒക്കെ ചേർത്ത് അരച്ച് ഭഗവാൻ ചാർത്തുകയും പിറ്റേ ദിവസം അത് ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യും. അപ്പം ചന്ദനവുമായിട്ട് ഈ അമ്പലത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പൊ അതിലൊരു സ്വയം പര്യാപ്തത വരും കാലത്ത് പെട്ടെന്നാവൂല, വളർന്ന് വലുതായി വരും കാലങ്ങളിൽ ചന്ദനത്തിൽ സ്വയം പര്യാപ്ത ആവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊരു ചന്ദനവനം പദ്ധതിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഇപ്പൊ 200 തൈകളാണുള്ളത്. ഇതിനെയാണ് പരിപാലിക്കുന്നത്. ഇനി ഇവിടെ നടാൻ സ്ഥലമുണ്ടോ, നടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും വരും വർഷം, അടുത്ത വർഷം പരിസ്ഥിതി ദിനത്തിൽ വീണ്ടും ഒരു 100 ചന്ദന തൈകൾ കൂടി നമ്മൾ നടും. തുടർന്ന് കൊണ്ടുപോകാനാണ്, അക്ഷരാർത്ഥത്തിൽ ചന്ദന വനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ചെടികൾ നടുക മാത്രമല്ല അതിനെ പരിപാലിക്കുക. ഇവിടെ പിന്നെ വലിയൊരു ഉദ്ദേശം കൂടി ഉണ്ട് ചന്ദനവനം ഉണ്ടാക്കുന്നത് ചെയ്യുന്നതിന്റെ വലിയൊരു ഉദാത്തമായ മാതൃക തന്നെയാണ് പയ്യന്നൂർ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച സുനിയേട്ടനെ പോലെ എല്ലാവരോടും എന്താ പറയേണ്ടത്, ഒരു നന്ദി പറയുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മയാണ്, ഒരാളല്ല, ഭരണസമിതി ജീവനക്കാര്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇനിയും കരുത്ത് തരട്ടെ ഭഗവാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. നന്ദി.